തമിഴ്നാട് കള്ളാക്കുറിച്ചിയിലുണ്ടായ ദുരന്തത്തിൽ മരണം 25ആയി. വ്യാജമദ്യം കഴിച്ചതാണ് മരണകാരണമെന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകൂ. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കള്ളാക്കുറിച്ചി മെഡിക്കൽ കോളേജിൽ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട്. 80-ലധികം ആളുകൾ നിലവിൽ ചികിത്സയിലാണ്. കള്ളാക്കുറിച്ചി ആശുപത്രിയിൽ 60 പേരും പുതുച്ചേരിയിൽ 16 പേരും വിഴിപ്പുരത്ത് 13 പേരുമാണ് ചികിത്സയിലുള്ളത്. സേലം മെഡിക്കൽ കോളേജിലും ആളുകൾ ചികിത്സയിലുണ്ട്. സംഭവത്തെ തുടർന്ന് കളക്ടറെ സ്ഥലം മാറ്റി. SP അടക്കം 10 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. മന്ത്രിമാരായ M സുബ്രഹ്മണ്യൻ, EV വേലു എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി R രാധാകൃഷ്ണനും അരുൺ പൂപ്പറമ്പയും ചേരുകയാണ്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ, ഇപ്പോൾ മരണം 25ആയിരിക്കുന്നു. നിരവധി പേരാണ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുള്ളത്. ഏറ്റവും പുതിയ വിവരം എന്താണ്? ഇവരുടെ ആരോഗ്യ അവസ്ഥ എന്താണ്? തമിഴ്നാട് സർക്കാർ ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടക്കുന്നത്? ക്രിസ്റ്റീന ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം മരണസംഖ്യ 25 ആയിരിക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രി വരെ 16 ആയിരുന്നു. 9 പേരുടെ കൂടി മരണം ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് ആരോഗ്യവകുപ്പ് അത് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുമുണ്ട്. വിവിധ ആശുപത്രികളിലായി 72 പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട് എന്നതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. അതിൽ 25ഓളം പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതുകൂടി ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇവരുടെ എല്ലാം ചികിത്സയ്ക്ക് വേണ്ടി, വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് തമിഴ്നാട് സർക്കാർ ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വ്യാജമദ്യ ദുരന്തമാണ് എന്നത് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ ഇത് ഉറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളുടെ ഫലം വന്നാൽ മാത്രമേ ഔദ്യോഗികമായിട്ടുള്ള ഇത് വ്യാജമദ്യ ദുരന്തമാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകൂ. എന്നാൽ ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ എന്തായാലും പോകുന്നത്. നിലവിൽ ഇന്നലെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് CIDക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ക്രൈംബ്രാഞ്ച് CID ആരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സമാന്തരമായി തമിഴ്നാട് ആരോഗ്യ വകുപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന കൂടി നടക്കും. അതിന് പ്രത്യേക സംഘത്തെ ആരോഗ്യ വകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം ഇന്ന് ഈ പ്രദേശവും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളെല്ലാം സന്ദർശിക്കും. മന്ത്രിതല സംഘവും ഇന്ന് ഈ സ്ഥലത്തെത്തുന്നുണ്ട്. ഈ മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കും. ഈ കുടുംബങ്ങളുമായി ആശയവിനിമയം നടത്തും. ഈ നഷ്ടപരിഹാരം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത് ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഇതിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഇപ്പോഴുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ആശുപത്രികളിലെ 70-ലധികം പേർ ചികിത്സയിലുണ്ട്. അതിൽ 25ഓളം പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും 2 തലങ്ങളിലുള്ള അന്വേഷണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നത്. ക്രിസ്റ്റീന. R രാധാകൃഷ്ണൻ കൂടെയുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്ക് ഇക്കാര്യത്തിൽ വലിയ വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. തമിഴ്നാട് സർക്കാർ മദ്യമാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്നു, അവരെ ഒതുക്കാൻ വേണ്ട ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങൾ BJP ഇപ്പോൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? ക്രിസ്റ്റീന, ഇതില് കേന്ദ്ര ഏജൻസി എന്ന രീതിയിൽ സെൻട്രൽ ഫോറൻസിക് ലാബറട്ടറി ആണ് ഈ വിഷമദ്യവുമായി ബന്ധപ്പെട്ട് അത് ശേഖരിച്ച സാമ്പിളുകളിൽ മെഥനോളിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം നടന്നത് വിഷമദ്യ ദുരന്തമാണ് അഥവാ വ്യാജമദ്യ ദുരന്തമാണ് എന്നുള്ളതാണ്. അതിനർത്ഥം നടന്നത് വിഷമദ്യ ദുരന്തമാണ് അഥവാ വ്യാജമദ്യ ദുരന്തമാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ്. ആയതിനാൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിനാണ് കേന്ദ്രം തയ്യാറെടുക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട്, തമിഴ്നാട് ചീഫ് സെക്രട്ടറിയോട് നടന്ന വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഇന്ന് ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെടും. നേരത്തെ കേന്ദ്ര ഏജൻസികൾ തമിഴ്നാട്ടിൽ വിഷമദ്യ ദുരന്ത സാധ്യതകൾ ചൂണ്ടിക്കാട്ടി ചില റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ശക്തമായിട്ട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിനെയെല്ലാം
അവഗണിക്കുന്ന വിധത്തിൽ ആണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിന് കാരണമായത്, അത് അവഗണിച്ചതാണോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് കാരണമായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും കേന്ദ്രം പരിശോധിക്കുക. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ട് തന്നെ നിർണായകമായിരിക്കും. തമിഴ്നാട് സർക്കാർ ഇക്കാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിലപാട് ബന്ധപ്പെട്ട അവിടെയുള്ള കളക്ടറിനെ സ്ഥലം മാറ്റിയിരുന്നു. ഒപ്പം എസ്.പിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിനനുബന്ധമായിട്ടുള്ള നടപടികളിലേക്ക് അവരും കടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ബി.ജെ.പി ഘടകത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണം CBCID നടത്തിയാൽ അത് പൂർണ്ണമായിട്ടും കാര്യങ്ങളെ കൊണ്ട് വസ്തുത വെളിപ്പെടുത്തില്ല എന്ന വിധത്തിലുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഈ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുക. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്.